ഹായ് ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ സാധാരണ ഡയബറ്റിക് ആകുമ്പോഴേക്കും മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒരുപാട് ശ്രദ്ധ കൊടുക്കണം. നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കുറേശ്ശെ കൂടി തുടങ്ങി എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഫുഡിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തി തുടങ്ങേണ്ടതുണ്ട്. അവരതുവരെ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പെട്ടെന്നുള്ള ഭക്ഷണത്തിന് ചേഞ്ച് വരുമ്പോൾ അവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് മടുത്തു പോകും. അതിന് പകരമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ തന്നെ കുറേശ്ശെ ചേഞ്ചസ് വരുത്തി എല്ലാ ഫുഡിലും കുറേശ്ശെ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അവർക്ക് മടി കൂടാതെ ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ പച്ചരി കൊണ്ടാണ് പുട്ട് ചുടുന്നത്. അപ്പോൾ പുട്ട് ചുടുന്ന സമയത്ത് ആദ്യം നന്നായിട്ട് പച്ചരി നനച്ച് കുഴച്ചെടുത്തിട്ട് എന്നിട്ട് മുത്താറിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പൊടിയിൽ തന്നെ ഒന്നുകൂടി കുഴയ്ക്കുക. എന്നിട്ട് എത്ര വെള്ളമാണോ ആവശ്യം അത്രയും കുഴഞ്ഞു കൊടുത്തിട്ട് അത് കുഴച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മുത്താറി പുട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അവർക്ക് കുറച്ച് ദിവസം കൊണ്ട് മടുത്തു പോകും. അതേസമയം നമ്മൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഷുഗറൊക്കെ സ്റ്റാർട്ടായിട്ടുള്ളെങ്കിൽ നമുക്ക് ആ ഒരു ടൈം മുതൽ തന്നെ ഈ രീതിയിൽ അവർക്ക് പുട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. ഇത് അവർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുക, അതായത് വീട്ടിലുള്ള എല്ലാവർക്കും കൂടി ഇത് സെയിം രീതിയിൽ തന്നെയുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കും അത് മടി കൂടാതെ കഴിക്കാനും പറ്റും. നമുക്ക് കഴിക്കുന്നവർക്കും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രെയിനാണ് മുത്താറി എന്ന് പറയുന്നത്. രാഗി കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കൊടുക്കുന്ന ഒരു ഗ്രെയിനാണ് രാഗി അല്ലെങ്കിൽ മുത്താറി. പിന്നീട് നമ്മൾ തന്നെയാണ് അത് ഭക്ഷണത്തിൽ നിന്ന് പിന്നീട് അവോയ്ഡ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫുഡിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു മടിയും കൂടാതെ അത് കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവും. വീട്ടിൽ അമ്മമാർ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫുഡ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരു മനസ്സ് വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലിയിലും വെള്ളയപ്പത്തിലും നൂൽപുട്ടിലും ഒക്കെ ഈ രാഗി ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ അതും ഇതിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാത്തിലും രാഗി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ ഞാൻ രാഗിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഗോതമ്പത്തിൻ്റെ പുട്ടായാലും അങ്ങനെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എല്ലാ അസുഖത്തിനും മെഡിസിൻ കഴിക്കണം, എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം.